സെക്കൻഡ് ഹണിമൂണിനുള്ള പ്ലാനിങ് എന്തെങ്കിലും ഞങ്ങളുടെ ഹണിമൂണ് എൻ്റെ വീടിൻ്റെ മേളത്തെ നിലയിലായിരുന്നു. ഇതിനാണ് ഇങ്ങനെ വെറുതെ ഒരു മൊബൈൽ ഉണ്ടെന്ന് ഓർത്തിട്ട് ഇത്രയും അവാസ്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുക. ഷാരടി എന്നെ വിളിച്ചിട്ട് നീ ഒന്ന് ദൈവത്തെ ഓർത്ത് വേറൊരു പോസ്റ്റും കൂടി ഇടും. എൻ്റെ 2 വരി പോസ്റ്റേ ഉള്ളൂ. അത് വലിയ എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാവുന്നു. അവൾ എന്നെ പൊക്കി പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തത് എൻ്റെ അച്ഛനധികം വെയിറ്റില്ല. 2 തരത്തിലാണ്. അപ്പോൾ ഒരുത്തം പറഞ്ഞ് അവനെ കൊണ്ട് തോട്ടിക്കൊണ്ട് കളാ. ധർമ്മചേട്ടാ, ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയില് പിഷാരടി ചെയ്തൊരു കാര്യമുണ്ട്. മമ്മൂക്കയുടെ ജാതകത്തിൽ 3 കെട്ടാനുള്ള യോഗം ഉണ്ടായിരുന്നു. അപ്പം 3ാമത്തെ കല്യാണം കഴിച്ച് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അമ്മയായിട്ടുള്ള അവരെ തന്നെ 2ാമത് വീണ്ടും കിട്ടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ധർമ്മചേട്ടൻ ഇങ്ങനെ ഒരു കല്യാണത്തെ പറ്റി പിഷാരടി ചേട്ടൻ എടുത്ത് പറഞ്ഞോ? എന്ത് പറഞ്ഞത്? ഇല്ല, ഞാനോട് പറഞ്ഞേ ഇല്ല. അവൻ രാവിലെ വിളിച്ചിട്ട് എൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഈ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വിവാഹിതയാണ്, വരൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കൺഫ്യൂഷൻ തീർന്നല്ലോ. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ നീ കല്യാണം കഴിക്കാൻ പോകണോ, അവിടെയാണ്, നീ വേറെ കെട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെന്നെ വിളിക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ, അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഗാനഗന്ധർവൻ സിനിമയാണ്, ഇതെൻ്റെ ജീവിതമാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മുഹൂർത്തമായിരുന്നു. കാരണം അത് നല്ലതാണ്. കുറേ പേർക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. കാരണം എന്നെപ്പോലെ ഈ ഒളിച്ചോടി കല്യാണം കഴിച്ച കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എൻ്റെ ഈ ഒരു രജിസ്റ്റർ മാരേജ് പ്രചോദനമാവുമെങ്കിൽ ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോ ഏതെങ്കിലും പറയാത്ത ആൾക്കാരെ ഫോൺ വിളിച്ച് ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടി, ഞങ്ങൾ പിന്നെ എന്നോട് എന്തോരം പേരാ പറഞ്ഞത്, എത്രയോ പേരാ പറഞ്ഞത്, അയ്യോ ഇങ്ങനെ സംഭവമല്ലേ, എന്തായാലും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇത് നോക്കണ്ട, അങ്ങനെ നോക്കണ്ടെന്ന് പറയും. എത്രയോ പേരാന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒരുപാട് മിസ്ഡ് കോൾ എനിക്ക് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടല്ലേ, പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ ഇല്ല. സമൂഹത്തിൽ വലിയ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ പോലും എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലേ, അയ്യോ അത് രജിസ്റ്റർ ചെയ്യണമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അമ്പലത്തിൽ പോയി താരയായിട്ടുള്ളതാണ് ഞാൻ. അമ്പലത്തിൽ ഇതുണ്ട്, ഞാൻ അവിടുത്തെ ഒരാളായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ നാളെ ഒരു ക്ലെയിം കിട്ടണമെങ്കിൽ പോലും ഇത് വലിയ വിഷയമാണ്. നമുക്ക് ഒരു മെഡിക്ലെയിം കിട്ടണമെങ്കിൽ പോലും, നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പോലും, ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ പോലും ഇതൊരു നല്ല ഇതാണെന്ന് ഓർത്തിട്ടാണ്. 16 വർഷം മുമ്പാണ് എനിക്ക്. അപ്പോൾ ഈ ചില ആൾക്കാർ നിങ്ങളുടെ ഈ മീഡിയയിൽ കൂടി പറയും, ഇവൻ ഇത്രക്ക് 16 വർഷം തലക്കൊലി ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ തിരക്കിൽ ഇതൊന്നും ആലോചിച്ചില്ല, ഇതൊന്നും അങ്ങനെ എല്ലാം ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല, ആൾക്കാരെ പറയും, ഇവന് 16 വർഷം തലക്കൊലി ഇല്ലാണ്ട് ഇപ്പോഴാണോ ഇവന് വെളിവ് വന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ മൊബൈലിൽ തന്നെ ഇത് ബാക്കപ്പ് കുറവാണ് ശ്രദ്ധിക്കലൊക്കെ. എനിക്ക് ശ്രദ്ധിക്കാറൊന്നുമില്ല. നല്ലത് തോന്നാലും ചീത്ത തോന്നാലും എനിക്ക് ഒന്നാമത് ചീത്തേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു സംഭവം ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ, 10 പേർക്ക് എങ്കിലും ആകുമെങ്കിൽ, നല്ലതാണെന്നുണ്ടെങ്കിൽ എടുത്താൽ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം, സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല ചിന്ത വന്നത് അല്ല. നാളെ നമുക്ക് 48 വയസ്സിലേക്കുള്ള റണ്ണിങ്ങിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഷുഗറും ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ നാളെ എന്തെങ്കിലും പറ്റിപ്പോയാൽ, ഷുഗറൊക്കെ എല്ലാവർക്കും ഉണ്ട് എങ്കിലും ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ എന്ത് വേണമെന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ പാസ്പോർട്ടിൽ ഉള്ള പേരുണ്ട്, മക്കളുടെ പേരുണ്ട്, അതുണ്ട്, ഉണ്ട്, എല്ലാത്തിലുണ്ട്. പക്ഷെ ഒരു വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ചെയ്താലാണ് കറക്റ്റ് ആകുള്ളൂ എന്നുള്ളത് ഒരു നിർദ്ദേശം എനിക്ക് പലരിൽ നിന്ന് കിട്ടി, നല്ല ആൾക്കാരുടെ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ അപ്പം പോലും പല വലിയ ആൾക്കാർ പോലും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ, അയ്യോ പറഞ്ഞാൽ എങ്ങനെയുണ്ടല്ലേ, അങ്ങനെയുണ്ടല്ലേ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ചിന്തിക്കില്ല. പക്ഷേ അമ്പലത്തിൽ പോയി കെട്ടി, പള്ളിയിൽ പോയി കെട്ടി, മുസ്ലിം പള്ളിയിൽ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമുള്ളൂ. പക്ഷെ അതൊക്കെ നല്ലതായിരിക്കും. എനിക്ക് എൻ്റെ ഈ ഒരു
സംഭവമാണ്. ഗവൺമെൻറ് പരമായിട്ട് സർക്കാർ പരമായിട്ട് നിൽക്കുന്നൊരു ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതിനൊരു അമ്പലത്തിൽ പോയി തലയാത്തുക. അത് നോർമലി രജിസ്റ്റർ ഓഫീസിൽ പോയാൽ അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയി ഒന്നുകൂടി തലയാട്ടാൻ മാലയുടെ അത് വെറുതെ കൗതുകമല്ലേ കുട്ടികൾ. അത് കുട്ടികൾ നിൽക്കുമ്പോൾ കുട്ടികൾ മാലയെടുത്ത് തരുന്നു, അത് നമ്മൾ ഇടുന്നു. അതൊരു വലിയ ചടങ്ങായിരുന്നില്ല, അതൊരു നോർമലി ചടങ്ങായിരുന്നു. മറ്റേതായിരുന്നു വലിയ ചടങ്ങ്. ഈ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് വലിയ ചടങ്ങ്. മറ്റേത് ഒന്നും കൂടി ചെയ്തതേ ഉള്ളൂ, നമ്മളൊരു മാല ഇടുക എന്നുള്ള ചടങ്ങ്. അല്ല, അവര് ഭയങ്കര ഹാപ്പിയാണ്. ഇല്ലില്ല, നമ്മള് കാരണന്മാര് പറയണ്ട അച്ചാർ വിളമ്പുക, പപ്പടം വിളമ്പുക, വിളമ്പുക എന്നൊക്കെ പറയാം. അല്ല, അവരുടെ സ്കൂളിൽ അവര് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാര് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരാണ് അവരുടെ. അവർക്ക് ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ സ്കൂളിൽ. അപ്പൊ അവരൊക്കെ പറഞ്ഞു നീയൊക്കെ ഭയങ്കര ഭാഗ്യവതികളായിട്ടുള്ള ആൾക്കാരാണ്, അച്ഛൻ്റെ കല്യാണം കൂടാൻ കഴിഞ്ഞല്ലോ, കഴിയുമല്ലോ, നാളെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഒന്ന് തന്നെ ആ അങ്കിളാണെങ്കിൽ ഞങ്ങളെ വിളിക്കണം. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ പിള്ളേർ വരും, അവരുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനും ഉൾപ്പെടെ പോകുന്നതാണ്. അപ്പോൾ ആ പിള്ളേരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് അച്ഛൻ്റെ കല്യാണം കൂടാൻ പറ്റും, മക്കളല്ലേ നിങ്ങൾ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആരും നെഗറ്റീവായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ ഒരാൾ പേടിച്ചിട്ട് സിദ്ദിഖിക്കട, നടൻ സിദ്ദിഖിക്കട ചേട്ടൻ മജീദൊക്കെയുണ്ട്. ഇടാ നിനക്ക് എന്തെങ്കിലും എന്താ പ്രശ്നം, നീ വേറെ കിട്ടിയോ എന്നൊക്കെ പേര് ഷാരടി എന്ന് വിളിച്ചിട്ട് നീ ഒന്ന് ദൈവത്തെ ഓർത്ത് വേറൊരു പോസ്റ്റും കൂടി ഇടുക, നീ വേറെ എന്തോ കെട്ടിയെന്നൊക്കെ ഓർത്തിട്ട് ആൾക്കാരൊക്കെ 2ഉം 3ഉം കല്യാണമൊക്കെ കഴിക്കുമല്ലോ, സിനിമയിൽ ഇതൊരു വാർത്തയുമാകും. അപ്പം അതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിടാ ഇല്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്, ഞാൻ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 2 വരി പോസ്റ്റേ ഉള്ളൂ. അത് വലിയ എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെയാണ്, അതിലെല്ലാം ഉണ്ട്. എന്നെ സ്ഥലവും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ല, മുഹൂർത്തം മാത്രം പറഞ്ഞോളൂ. ഒന്നും ഒരാളുടെയും റിയാക്ഷൻ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ തെറിയേ വരുള്ളൂ. ഞാൻ ഈ രാഷ്ട്രീയവും അതും ഇതും ദിലീപേട്ടനുള്ള കണക്ഷനൊക്കെ വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഈ വാട്സാപ്പിലൊക്കെ ഞാൻ എന്ത് കിട്ടാൽ പോലും ചീത്തയൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചെന്നെ പൊക്കി എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കമൻറ്റ് ഇട്ടത് എൻ്റെ അച്ഛൻ അധികം വെയിറ്റ് ഇല്ല എന്നും പറഞ്ഞാണ്. അവൾ എന്നെ പൊക്കി പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തത് എൻ്റെ അച്ഛനധികം വെയിറ്റ് ഇല്ല, 2 തരത്തിലാണ്, വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് അവനെ കൊണ്ട് തോട്ടിക്കൊണ്ട് കളാ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഞാൻ ഇതുവരെ ഞാൻ വാട്സപ്പിൽ അങ്ങനെ മറുപടി ഇടാത്ത ഒരാളാണ്. അപ്പോൾ അവനെ ഞാൻ നോക്കിയപ്പോൾ അവനൊരു മോളും ഒരു ഭാര്യയും എൻ്റെ മോളിൽ പ്രായമുള്ളൊരു മോളും ഭാര്യയും അതൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഞാനൊരു മറുപടി ആദ്യമായിട്ട് ഞാനങ്ങനെ വാട്സപ്പിൽ മറുപടി ഇടാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിനെയും കണ്ടു, നന്നായിട്ടുണ്ട്, മോളും നല്ല സുന്ദരിക്കുട്ടിയാണ്, നന്നായിട്ട് വളർത്തുക എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുക പറഞ്ഞു. ആ പുള്ളി പോസ്റ്റ് പിൻവലിച്ചു എന്ന് വെച്ചു. ആ ഒരു പോസ്റ്റ് ഞാൻ മറുപടിയായിട്ട് ഇട്ട എൻ്റെ ജീവിതത്തിൽ അത് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇടുന്നത് എന്തിനാണ്? നമ്മളെല്ലാവരും കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും നല്ലവരുണ്ടാവും, ചീത്തയൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മൾ ഏറ്റവും ഭയങ്കര പെർഫെക്റ്റ് മനുഷ്യനാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു മൊബൈലുണ്ടെന്ന് ഓർത്തിട്ട് ഇത്രയും അവാസ്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുക. എൻ്റെ മോൾ എന്നെ എടുത്തപ്പോൾ എന്നെ കൊണ്ട് തോട്ടിക്കളയുക. ഞാൻ എന്തത്ര ഇതാണ്, ഇത് ഭയങ്കര എൻ്റെ മക്കൾ കാണണമല്ലേ. ഞാൻ കേരളത്തിലെ പ്രമാദമായ 3 കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്, ഒരു കാര്യമില്ലാതെ. അപ്പോൾ എനിക്ക് പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൊക്കെ ഞാൻ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ അച്ഛൻ കൊള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് ചോദിക്കണ രീതിയായിപ്പോയി. അത് പോയിരുന്നത് പ്രധാനമന്ത്രി ഓഫീസിലാണ്. ഞാൻ പറയുന്നത് ഇതൊന്നുമില്ലാതെ നമ്മൾ വെറുതെ ബലിയാടാകുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറയുക, ആൾക്കാരെ പറ്റി ദൂഷ്യം പറയുക. നിങ്ങളെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് മക്കളുള്ളതാണ്, നിങ്ങൾക്ക് ഭാര്യയുള്ളതാണ്. അപ്പോൾ വെറുതെ പറയുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ആൾക്കാർ ചെയ്താൽ
മൊബൈലുണ്ട് ശരിയാണ്, വേറെ ഒരു ഇതിൽ നിന്ന് ഇടുക. ഇപ്പം ഞാൻ അയാളോട് ഈ ഒരു ഒറ്റ ഡയലോഗ് അടിച്ചതിൻ്റെ പേരിൽ അയാളപ്പം തന്നെ പോസ്റ്റ്മാൻ വലിച്ചു, അങ്ങനെ പോയി. എടാ കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ഹണിമൂണിന് പോകും. ഇതൊരു സെക്കൻഡ് ഹണിമൂണിനുള്ള പ്ലാനിങ് എന്തെങ്കിലും ഞങ്ങളുടെ ഹണിമൂണ് എൻ്റെ വീടിൻ്റെ മേളത്തെ നിലയിലായിരുന്നു. വേറെ അവിടെ പോകാനായിട്ടാ, ഇവിടെ വേറെ കുറെ പരിപാടികളുണ്ടേ. സിനിമ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനും ഞാനും കൂടി ചെയ്ത സിനിമയുടെ പേരിട്ടിട്ടില്ല. ഞാനും ധ്യാനും അസീസ് നെടുമങ്ങാടും കൂടി ചെയ്തൊരു പരിപാടിയാണ്. ഞങ്ങൾ 3 പേരായിരുന്നു മെയിൻ റോളുകളിൽ. പിന്നെ 2 നായികമാരൊക്കെ ഉണ്ട്, ജാഫർ ഇടുക്കിയുണ്ട്, അവരൊക്കെ ഉണ്ട്. 1 മാസവും 10 ദിവസവും തേനിയിലും അവരുടെയൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. അത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഈ ഞങ്ങൾക്ക് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇതുണ്ട്. അത് 29-ാം തീയതിയാണ് അതിൻ്റെ ജനറൽ ബോഡി, 30-ാം തീയതി അമ്മയുടെ ജനറൽ ബോഡി. അത് ഇതിനിടയ്ക്ക് എൻ്റെ കല്യാണം, അതൊക്കെ കൂടി അങ്ങോട്ട് പൊളിച്ച്. താങ്ക് യു.